മറന്നു പോകരുത്. ഇല്ല, ഒരിക്കലും മറക്കരുത്. ഒരിക്കലും മറക്കൂല. ജനങ്ങളുടെ വോട്ട് വാങ്ങി വിജയിക്കുമ്പോൾ ആ ജനങ്ങളോട് നീതി കാണിക്കാൻ ഇവിടത്തെ മുസ്ലിം ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും അവർക്കെല്ലാം കഴിയണം. തീർച്ചയായിട്ടും നീതി കാണിക്കും, ഒരിക്കലും വിഷമിക്കണ്ട. നമ്മളെ ഭരിക്കുന്നവർക്ക് വലിയ പങ്കുണ്ട്. അതെ, തീർച്ചയായിട്ടും പങ്കുണ്ട്. നാം തിരഞ്ഞെടുക്കുന്ന ഗവൺമെന്റ് നാം ശ്വാസമെടുക്കുന്ന കാര്യത്തിൽ പോലും എപ്പോ ശ്വാസമെടുക്കുന്ന എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നു എന്നാണ് പറയുന്നത്. ആണോ? എനിക്കൊരു സംശയമുണ്ടേ. നമ്മൾ ED വന്നപ്പോഴേ കുറേ ആൾക്കാർ ചിലരുടെയൊക്കെ ചോര തിളയ്ക്കുന്ന പ്രസംഗം കേട്ടിട്ടേ ഓടി വന്ന് EDയുടെ വണ്ടി അങ്ങ് ഇടിച്ച് പൊളിച്ച് അവരെ എല്ലാം പിടിച്ചുകൊണ്ട് ജയിലിലുമായി. അപ്പോൾ അതിൽ ഞാൻ കേട്ട ഒരു കുടുംബം പട്ടിണിയായിരുന്നെന്നാണ്. നമ്മുടെ ശിവൻകുട്ടി സാർ ഒരു ദിവസം പോയെന്ന് പറഞ്ഞു കേട്ടോ. മാഡം പോയോ? പിടിച്ചോണ്ട് പോയവരൊക്കെ അറിയാമായിരുന്നല്ലോ. നമ്മൾ ഭരിച്ചുകൊണ്ടിരുന്നതല്ലേ, നമ്മൾ വിളിച്ചിട്ട് വന്നതല്ലേ. അവർക്ക് ഒരു നേരത്തെ ആഹാരം ഉണ്ടോ എന്ന് അന്വേഷിച്ചോ? അവർ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, ശ്വാസം എടുക്കുന്നത് പോലും എങ്ങനെയാണ് എന്ന് ഒരു ഗവൺമെന്റിനെ തീരുമാനിക്കാൻ കഴിയും. ശ്വാസം എടുക്കുന്ന കാര്യത്തിൽ എങ്ങനെയാ വേറൊരാൾക്ക് തീരുമാനിക്കാൻ പറ്റുക? അപ്പൊ ചിലര് ചിരിക്കും. ശ്വാസം എടുക്കുന്ന കാര്യത്തിലും തീരുമാനം എടുക്കണം അല്ലേ? അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. ശ്വാസം എടുക്കുന്നത് എങ്ങനെയാണ്? നമ്മളിതാ ഇങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി പുതുതായിട്ട് എന്തെങ്കിലും ശ്വാസം എടുക്കുന്ന രീതി ഉണ്ടോ അതറിയില്ല. അപ്പോൾ അത് ഗവൺമെൻറ്റിനല്ലേ അറിയാവൂ. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു തരുമ്പോൾ നമുക്ക് അതുപോലെയൊക്കെ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ ഒന്ന് മനസ്സിലാക്കട്ടെ. ഗാന്ധിജിയെ ആരാണ് കൊന്നത്? ഗാന്ധിജി ആരാണ് കൊന്നത്? മാഡത്തിന് അറിയില്ലേ? ഗാന്ധി വധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ പാഠഭാഗങ്ങളിൽ നിന്ന് അങ്ങനെ അപ്രത്യക്ഷിതമാവുകയാണ്. മാഡം പറഞ്ഞ എന്തോന്നു മനസ്സിലായില്ല. എക്സ്മേയർ പറഞ്ഞ എന്താണ് മനസ്സിലായില്ല? അത് ഞാൻ കേട്ട തെറ്റിപ്പോയതാ. ഒരിക്കൽ കൂടെ പറയും, അപ്പൊ കേക്കാം. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം പാഠപുസ്തകങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമാകുകയാണ്. എന്താണ് മാഡം ഒന്നുകൂടെ? ശരിക്കങ്ങ് മനസ്സിലായില്ല. അപ്രതീക്ഷിതമാണോ അതോ അപ്രത്യക്ഷമാണോ? ശരിക്കും മനസ്സിലായില്ല കേട്ടാ. ഞാൻ ഒന്നുകൂടെ ശ്രദ്ധിക്കട്ടെ. മുഗൾ രാജാക്കന്മാരുൾപ്പെടെയുള്ളവരുടെ പേരുകൾ പാഠഭാഗങ്ങളിൽ നിന്ന് അപ്രതീക്ഷിതമാകും. എന്താണ് മാഡം അപ്രതീക്ഷിതോ? മാഡം അപ്രത്യക്ഷം എന്നാണോ ഉദ്ദേശിച്ചത്? ആണോ? രണ്ടിന്റെ അർത്ഥം വ്യത്യസ്തമാണ് മാഡം. സമര പോരാട്ടങ്ങൾ ഇതെല്ലാം അപ്രതീക്ഷിതമാകുന്നു. മാഡം അപ്രതീക്ഷിതമല്ല, അപ്രത്യക്ഷം. ഞങ്ങൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു സാധനത്തിന് അവിടെ കണ്ടില്ലെങ്കിൽ അതിന് അപ്രത്യക്ഷമായി പോയി എന്ന് പറയും. അങ്ങനെ പെട്ടെന്ന് അപ്രതീക്ഷിതമാകുന്നതല്ല ഇതൊന്നും. അങ്ങനെ അപ്രതീക്ഷിതമായി പോകുന്ന കാര്യങ്ങളല്ല ഇതൊന്നും. ഒരാൾ പെട്ടെന്ന് വീട്ടിൽ കയറി വന്നാൽ നമ്മൾ പറയും അപ്രതീക്ഷിതമായി കയറി വന്നു എന്ന്, നമ്മൾ പ്രതീക്ഷിക്കാതെ. മാഡം ഉദ്ദേശിച്ചത് എന്താണ് മനസ്സിലായില്ല. ഇതെല്ലാം പെട്ടെന്ന് കയറി വന്നു എന്നാണോ? പലയിടത്തും പോയി പ്രസംഗിച്ചും പ്രസംഗങ്ങൾ കേട്ടുമൊക്കെ ഇതെല്ലാം മനസ്സിലാക്കിയത് കൊണ്ടാണ് നമുക്കിത് ഇവിടെ നിന്ന് പ്രസംഗിക്കാൻ കഴിയുന്നത്. അതാണ് കാര്യം. പലയിടത്തും പോയി പ്രസംഗങ്ങൾ കേട്ട് മനസ്സിലാക്കി. അപ്പോൾ അതാണ് കാര്യം. പലയിടത്തും പോയി പ്രസംഗം കേട്ട് മനസ്സിലാക്കി. അപ്പോൾ അപ്രത്യക്ഷം എന്നുള്ളത് അപ്രതീക്ഷിതമായി. അങ്ങനെ വരട്ടെ കാര്യം. നമ്മളെല്ലാം പഠിച്ചത് കൊണ്ടാണ്. ഇങ്ങനെയാണ് പഠിച്ചതല്ലേ? സോറി, ഇങ്ങനെ പഠിക്കണ്ടായിരുന്നു കേട്ടോ.